നമസ്കാരം. എല്ലാവർക്കും ഓം നമഃ ശിവായയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 1201 ആണ്ട് ഭരണി നക്ഷത്രത്തിൻ്റെ പുതുവർഷ ഫലമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ വരുന്ന ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക മാസം വരെയുള്ള ഒരു വർഷത്തെ സമ്പൂർണ്ണ പുതുവർഷ ഫലം. 2025 ഓഗസ്റ്റ് 17 മുതൽ 2026 ഓഗസ്റ്റ് 16 വരെയാണ് ഈ കാലഘട്ടം. നിങ്ങളുടെ വീട്ടിലൊരു ഭരണി നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കണ്ടിരിക്കണം. 2025-26 വർഷം ഭരണി നക്ഷത്രക്കാർക്ക് എപ്രകാരമെന്ന് നമുക്ക് നോക്കാം. ഭരണി നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് മേടക്കൂറിലാണ്. വ്യാഴം 3-4 ഭാവങ്ങളിലും ശനി 12-ാം ഭാവത്തിലും രാഹു 11-ാം ഭാവത്തിലും ആയിട്ടാണ്. സാമ്പത്തിക സ്ഥിതി ഗുണദോഷ സമ്മിശ്രമായിട്ടായിരിക്കും. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നഷ്ടമുണ്ടാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും അച്ചടക്ക മനോഭാവത്തിലും സാമ്പത്തിക സ്ഥിതി പുരോഗതിയിലേക്ക് കൊണ്ടുവരാനും കഴിയുന്നതാണ്. എന്നാൽ അനാവശ്യമായിട്ട് എടുത്തുചാട്ടം മുഖേന ചെയ്യുന്ന ചില പ്രവൃത്തിയുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട്. പുതിയ മാർഗത്തിലൂടെ ധനസമ്പാദനം നേടിയെടുക്കാൻ കഴിയുന്നതാണ്. കയ്യിൽ വരുന്ന ധനത്തെ മിച്ചം പിടിച്ച് കുറച്ചുകൂടി ലാഭകരമായ നിക്ഷേപങ്ങളിലൊക്കെ ഉൾപ്പെടുത്തുവാൻ പറ്റുന്നൊരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. തൊഴിൽ മേഖലയിൽ കുറേ കാലമായിട്ടുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. വേണ്ടപ്പെട്ടവരുടെ സഹായത്തോടെ തൊഴിലിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ഥലമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ്. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ്. വിദേശ രാജ്യത്ത് തൊഴിൽ അന്വേഷണത്തിനായിട്ട് പോകുന്നവർ വിസ തട്ടിപ്പ് തുടങ്ങിയ ചതികളിൽ പെട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യം എങ്ങനെയെന്ന് നോക്കാം. ആരോഗ്യസ്ഥിതിയിൽ കുറച്ചുകൂടി ഉണർവ് കാണുന്നുണ്ട്. കുറേ കാലമായിട്ട് അലട്ടിയിരുന്ന ഉദരരോഗത്തിനൊക്കെ ശമനം ലഭിക്കും. ഇനി കുടുംബജീവിതത്തിലേക്ക് വരാം. കുടുംബജീവിതത്തിൽ ആവശ്യമില്ലാത്ത ചില വാക്കുകൾ തർക്കങ്ങൾ മൂലം മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാര്യത്തെ കൂടുതലായിട്ട് എടുത്തു പറഞ്ഞ് കുടുംബത്തിൽ സന്തോഷം കെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. പുതിയ നീക്കങ്ങളിലൂടെ അകന്നിടുന്നവർക്ക് അടുക്കുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. ഗൃഹാന്തരീക്ഷത്തിൽ ഊർജ്ജസ്വലതയും സന്തോഷവും കിട്ടാൻ ലഘുയാത്രകൾ നടത്തുന്നത് ഉത്തമമായിരിക്കും. ഇനി നമുക്ക് ഓരോ മാസത്തിലെയും പ്രധാന കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ചിങ്ങം ദീർഘദൂര യാത്രയിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ്. കിട്ടുകയില്ലെന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ കൈവെള്ളയിൽ എത്തിച്ചേരുന്നതാണ്. പുതിയ വാഹനം, പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം സ്വന്തമാക്കാനുള്ള അവസരം കൈവരുന്നതാണ്. എടുത്തുചാട്ടം മുഖേന കുറച്ച് ധനം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് അത്തരം മനോഭാവങ്ങളൊക്കെ ഒഴിവാക്കുക. വേണ്ടപ്പെട്ടവരെ കണ്ടുമുട്ടാനും പ്രണയം വിവാഹത്തിൽ എത്തിച്ചേരാനും സാധ്യത. അടുത്തത് കന്നിമാസം. പുതിയ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനും ക്ഷേത്രം സന്ദർശിക്കാനും അവസരം വന്നു ചേരും. ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനും സാധ്യത തെളിയുന്നുണ്ട്. പുതിയ തൊഴിലുമായി ബന്ധപ്പെട്ട് തൊഴിലൊക്കെ ലഭിക്കുന്ന സമയമാണ്. ഇഴജന്തുക്കളെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാലയളവാണ്. ദേഹത്തെ ചൊറിച്ചിൽ, ചില ത്വക്ക് രോഗങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. തുലാം അകന്നിരുന്നവരുമായി അടുപ്പത്തിൽ വരാനും കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുമാകും. വൃശ്ചികം ഉപരിപഠനത്തിന് അവസരവും വന്നു ചേരും. ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സമയമാണ് വൃശ്ചിക മാസം. അടുത്തതെന്ന് പറയുന്നത് ധനുവാണ്. ധനു എന്ന് പറയുന്ന സമയവും ആരോഗ്യത്തിന് വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. കൃഷിയിൽ നിന്ന് നേട്ടം, ഗവൺമെൻറ്റിൽ നിന്ന് ചില ആനുകൂല്യവും ലഭിക്കും. കുടുംബജീവിതത്തിൽ മറ്റൊരാളെ ചൊല്ലി തർക്കമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മകരം വിദേശത്ത് വാസയോഗം, ധനം കടം കൊടുക്കുന്നതൊക്കെ ഒഴിവാക്കേണ്ട ഒരു സമയമാണ്. ധനം കടം മേടിക്കുന്നതും കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ട ഒരു സമയമാണ്. ചിലപ്പോൾ നിങ്ങൾ ധനം മേടിക്കുമ്പോൾ അത് നിങ്ങൾക്ക് സമയത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസരങ്ങളൊക്കെ വന്നു ചേരും. അതുമൂലം നിങ്ങൾക്ക് ശത്രു ശല്യമൊക്കെ വരും. അടുത്തതെന്ന് പറയുന്നത് കുംഭം വിനോദയാത്ര, വിലപിടിപ്പുള്ള വസ്തു ഇവയൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. മീനം പ്രണയബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ, അനാവശ്യമായ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതായത് അനാവശ്യമായ വാക്ക് തർക്കങ്ങളൊക്കെ നിങ്ങൾ തന്നെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. പുതിയ വീടൊക്കെ വാങ്ങാൻ സാധിക്കുന്ന ഒരു സമയം കൂടെയാണ് മീനമാസം. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മേടമാസമാണ്. വിവാഹം, പ്രണയം ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വാഹനമൊക്കെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ്. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടവം വ്യക്തിഗത താല്പര്യം അനുസരിച്ചിട്ടുള്ള പ്രവർത്തനം മൂലം ചില പിണക്കങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നത് മൂലം
നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുന്നൊരു സമയമാണ് ഇടവമാസം. ആരോപണങ്ങളിൽ കൂസലുണ്ടാകില്ല. ആദരണീയ വ്യക്തികളെ പരിചയപ്പെടാനും സാധിക്കുന്ന ഒരു സമയമാണ്. മിഥുനം, പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം. തിരിച്ചടവ് മുടങ്ങുന്നത് മൂലം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നോട്ടീസൊക്കെ വരാൻ സാധ്യത ഉള്ളതിനാൽ അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വെക്കണം. അലസ മനോഭാവം, തൊഴിൽ നഷ്ടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധ ഉണ്ടാകണം. കർക്കിടകം, ശരീരത്തിന് ഗുണം ചെയ്യുന്ന ചില ചികിത്സാ പദ്ധതികളൊക്കെ ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിട്ടൊരു സമയമാണ്. പുതിയ തൊഴിലിൽ നിന്ന് മികച്ച വരുമാനം ലഭ്യമാകുന്നതാണ്. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്ഥലത്ത് പോകാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. അപവാദം പ്രചരിപ്പിക്കുന്നവർക്ക് തിരിച്ചടികൾ കിട്ടുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ മോശം ആയിട്ട് ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു തകർച്ച നമുക്ക് ദൈവം കാണിച്ചു തരും എന്നാണ് പറയുന്നത്. പൂജയിലൂടെ പൃഥ്വിപ്രീതി വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയും. അതായത് നമ്മുടെ പൂർവികരുടെ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് വന്നു ചേരും. ഇനി പൂർവികരുടെ അനുഗ്രഹമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഈ വർഷത്തെ ദോഷങ്ങളൊക്കെ മാറാനായിട്ട് ശിവക്ഷേത്രത്തിൽ ഒരു ജലധാര, മാസത്തിലൊരിക്കൽ ഒരു ജലധാര കഴിപ്പിക്കുന്നതും ഒപ്പം ഒരു പിൻവിളക്ക് കഴിപ്പിക്കുന്നതും അത്യുത്തമമാണ്. അതേപോലെ തന്നെ ഗണപതിക്ക് കർഗമാല ചതുർത്ഥി തോറും സമർപ്പിക്കുക. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾ ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി. ഓം നമഃ ശിവായ. എൻ്റെ ഗുരുവിൻ്റെ പ്രാർത്ഥനയെ നിങ്ങളെയും ഉൾപ്പെടുത്തുവാൻ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നന്ദി.